ശേരട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ? ആ. അല്ല, കുറവില്ലെന്നറിഞ്ഞു. പിന്നെ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? കുറവുണ്ടായിട്ട് വന്നതല്ല, വീട്ടിൽ പോണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ചോണ്ട് വന്നതാ. എന്തിനാ ശേരട്ടാ ധൃതിപ്പെട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? വിമലെ, നീ ഒരു ചായ എടുത്തേ. എൻ്റെ മക്കള് സ്വസ്ഥമായിട്ട് അവിടെ കിടക്കാൻ സമ്മതിക്കത്തില്ല എൻ്റെ സന്തോഷം. അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇതിപ്പോ അവരെ കൊണ്ടൊരു ഗുണവും ഇല്ല, നിങ്ങൾ അവരുടെ അടുത്ത് ഒരു കാര്യത്തിന് പോണുമില്ല. പിന്നെന്തിന് ഇങ്ങനെ പെരുമാറണത്? കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ രാധാമണി ഉണ്ടായിരുന്നപ്പം ഈ വീട് ഒരു സ്വർഗമായിരുന്നു. ഞാനും എൻ്റെ 2 പെൺമക്കളും. അതൊരു സ്വർഗം തന്നെയായിരുന്നു സന്തോഷേ. നല്ല സ്ത്രീധനം കൊടുത്ത എൻ്റെ മക്കളെ 2 പേരും കെട്ടിച്ചു വിട്ട്. ആ സമയത്ത് രാധാമണി മരിക്കുന്നത്. അത് എനിക്കൊരു വലിയ ഷോക്കായിപ്പോയി. ആ സമയത്ത് പിള്ളേരെന്നെ നന്നായിട്ട് നോക്കിയതാ. പക്ഷെ റിട്ടയർമെന്റിന് ശേഷം കാര്യങ്ങളെല്ലാം ആകെ തകിടം മറിഞ്ഞു. കിട്ടിയ പൈസ 2 പേർക്കും വീതം വെച്ച് കൊടുത്തു. അപ്പോഴാ അവരുടെ 2 പേരും തനിക്കോണം എനിക്ക് മനസ്സിലായത്. ആ, പിന്നെ പെൻഷൻ വാങ്ങിക്കാറാകുമ്പം ബോഡി വരും. അത് കഴിയുമ്പം പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഷുഗർ കൂടി 32 ദിവസം ആശുപത്രി കിടന്നിട്ട് അവളുമാർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴാണ് ഒരു ഏജൻസി വഴി വിമല ഇവിടെ ഞാൻ കൊണ്ടുവന്നു. അന്ന് മുതൽ എൻ്റെ കൂടെ അവൾ അങ്ങോട്ടുണ്ട്. അല്ല, ചിലപ്പം അതിൻ്റെ ദേഷ്യത്തിനായിരിക്കും അവരിങ്ങനെയൊക്കെ പെരുമാറണത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പം അച്ഛൻ മറ്റൊരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴേ. സന്തോഷ് കരുതുന്ന പോലെ ഒന്നുമല്ല. എൻ്റെ രാധാമണിയെ മറന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാനല്ല ഇവളെ കൂടെ കൂട്ടിയത്. എല്ലാവരും ഉണ്ടായിട്ടും നോക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഒരു ഏജൻസി വഴി വിമലയെ ഇവിടെ കൂട്ടിയത്. അത് മക്കൾക്കും വിരോധമൊന്നും ഇല്ലായിരുന്നു. കാരണം അവിടെ ശമ്പളം കൊടുക്കുന്നത് ഞാനല്ലേ. അവർക്ക് വളരെ സന്തോഷം. കാരണം നോക്കുകയും വേണ്ടല്ലോ. അന്നു മുതൽ ഇവൾ എൻ്റെ കൂടെ അങ്ങോട്ടുണ്ട്. പിന്നെ എൻ്റെ ഇളയ മരുമകന് ഇവളെ കാണുമ്പോൾ ഒരു സൂക്കേട്. അത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണ് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്നോട് ദേഷ്യമായത്. സാറിന്റെ മക്കളും മരുമക്കളും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനെതിരെ സാറ് കൊണ്ടുവന്ന് പരാതി കൊടുത്തതിനാണ് ഞങ്ങളോട് ഇത്ര വൈരാഗ്യം. സർവീസിലിരിക്കുമ്പോൾ ആദായത്തിൽ കിട്ടിയോണ്ടാണ് ഈ വീടും വസ്തുവും വാങ്ങിച്ചത്. അന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നെ നോക്കാൻ വന്നതിൻ്റെ പേരിലാണ് ഇവൾക്ക് ഇത്രയേറെ ഉപദ്രവം വെക്കേണ്ടി വന്നത് എൻ്റെ മക്കളിൽ നിന്ന്. അന്ന് മുതൽ പിന്നെ ഇവളെ അങ്ങ് കൂടെ കൂട്ടുമായിരുന്നു. അല്ലാതെ വയസ്സാം കാലത്ത് എൻ്റെ മക്കൾ പറയുന്ന പോലെ എനിക്ക് ശൃംഗാരം കൂടിയിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഒരു അച്ഛനോട് മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഈ മക്കൾ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കണത്? ഈ വീടും വസ്തുവും ഞാൻ ഇവളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് ആരോ പറഞ്ഞിരുന്നു. മറ്റാരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. അവനിവിടെ വന്നിരുന്നു. അതെ, ഈ പിള്ളേർ 2 കൂടെ എന്നെ വിളിച്ചിട്ട് കുറേ പരാതിയാണ്. എനിക്ക് പിന്നെ നിങ്ങളെ 2 പേരെ അങ്ങ് അറിയാമല്ലോ. അതെ, ഇത്രയും കാലം അങ്ങ് വളർത്തിയിട്ടേ കയ്യിൽ വരുമാനം ഇല്ലാതാവുമ്പോൾ അങ്ങ് തള്ളിക്കളയാന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ ജീവിക്കാൻ അനുവദിക്കണ്ടേ? ഒരു പരാതി കൊടുക്കണം. വേണ്ട, ഇനി പരാതി ഒന്നും കൊടുക്കണ്ട. അവര് പിന്നെ ഉപദ്രവിക്കാൻ വരും. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അഞ്ജുവിൻ്റെ ഭർത്താവ് വല്ലാണ്ട് ഉപദ്രവിക്കുമായിരുന്നല്ലേ നിങ്ങളെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗലയ. ഒരു കണക്കിന് നീ ഭാഗ്യവാനാണ്. മക്കളില്ലാത്ത വിഷമത്തെക്കാൾ വലുതാണല്ലോ മക്കൾ ഉപദ്രവിക്കുന്നത്. ആ, ഓരോരുത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ പലരും എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇത് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്ന് ആരും വിളിക്കാറില്ലേ? എനിക്ക് അങ്ങനെ വരാനും പോകാനൊന്നും ആരുമില്ല. എനിക്കൊരു മോള് മാത്രമേ ഉള്ളായിരുന്നു. അവളെ പഠിപ്പിച്ച് ഞാൻ വലുതാക്കി. അവളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവൾക്ക് ഞാനൊരു മോശ സ്ത്രീയായി. ഞാൻ അവരോട് പറയാം, നിങ്ങളെ ഉപദ്രവിക്കരുത്. എന്തായാലും ഞാൻ തോറ്റു കൊടുക്കാൻ ഉപദേശിക്കുന്നില്ല ബാബുലയ.
ഈ വസ്തുവും വീടും ഞാൻ ഇവളുടെ പേരിലേക്ക് എഴുതി വെക്കാൻ പോവാം. അതെ ചേട്ടാ ഇതെങ്ങനെ വിളിച്ചു പറയില്ലേ? അവരറിഞ്ഞാൽ വേറെ അടുത്ത പ്രശ്നമാണ് ഇനി. നമ്മൾ മൂന്നുപേരും അല്ലാണ്ട് ഇതൊന്നും വെളിയിൽ അറിയരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ ഇനി വരാം. ഞാൻ പോട്ടാ. അപ്പം ചേട്ടൻ്റെ അനിയനും പ്രശ്നമാണല്ലേ? അവനൊരു പാഷാണതിക്രമിയാണ്. ചേച്ചി കാര്യം പറഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ? ഇനി ഒരു കാര്യം പറയാനില്ല. ഇനി ഒപ്പിടുക, സാധനം വാങ്ങിക്കുക, അത്ര തന്നെ. നിനക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ കാർ കയറിയിരുന്നോ. അവസാനം വീതം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കരുത്. വരുന്നുണ്ടോ ഇല്ലയോ? ആന്നവാ. കോരി വായിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉള്ള കുഞ്ഞല്ലേ? നിങ്ങൾ ഇരിക്ക്. ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ നീ ആരാടി? അതിന് നിനക്ക് എന്താ ഇവിടെ അവകാശം? നിങ്ങൾ ഒച്ച വെക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പയ്യെ പറഞ്ഞാൽ മതി. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുള്ളതല്ലേ. അയ്യ, കാമുകീനെ പറഞ്ഞപ്പോ തന്തപിടിക്ക് സഹിച്ചില്ല. ദേ ഞങ്ങൾക്ക് ഇന്നൊരു തീരുമാനം അറിയണം. ഈ വീടിന്റെ തീരുമാനമല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ വീടും വസ്തുവും ഈ സ്ത്രീക്ക് എഴുതി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. വേണമെങ്കിൽ വല്ല അനാഥാലയത്തിൽ എഴുതി കൊടുത്തോ. എന്നാ പോലെ ഇവൾക്ക് അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാ. അത് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കും ഉണ്ട്. വയസ്സാം കാലത്തെ അച്ഛനെ നോക്കാൻ വന്നിട്ട് അവർ കൂടെ കയറി കിടന്നവൾക്ക് എഴുതി കൊടുക്കാനുള്ള സ്വത്വം നല്ലത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അനാവശ്യം പറയല്ലേ. ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ കയറി കിടക്കാൻ വന്നതല്ല. ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ കഥയല്ലേ? അച്ഛന് സർവീസിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ സെറ്റപ്പാ. പിന്നെ അല്ലാതെ അമ്മയുടെ പവ കണ്ടപ്പോഴത്തേന് വലിഞ്ഞു കയറി വന്നാ. അതും പോരാഞ്ഞിട്ട് എന്റെ ചേട്ടൻ കയറി പിടിക്കാൻ പോയെന്ന് പറഞ്ഞ ഒരു കള്ളക്കഥയും. കള്ളക്കഥയോ? നിന്റെ ഭർത്താവിനോട് പോയി ചോദിക്ക്, സത്യമാണോ കള്ളമാണോ എന്ന്. നിനക്ക് പറയുന്ന അധികാരം എന്റെ ഭർത്താവിന് നീ പറയുന്നോ? എന്താ എന്താ ഇവിടെ ബഹളം? അത് ചോദിക്കാൻ താരാരാടോ? ഞാനിവിടെ അയാളത്തെ വീട്ടിലുള്ളതാ. ഇവിടെ ഇങ്ങനെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതെ, ഒരു വീടാവുമ്പോ അച്ഛനും മക്കളും പലതും പറഞ്ഞു തരും. തനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ ചെവി പത്തി തന്നെ വീട്ടിൽ പോയിരിക്കണോ? സന്തോഷം വെക്കോ. ഇവളുമാരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. മുദ്രപത്രം കൊണ്ടുവന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് ഒപ്പിട. ഞാൻ അതേ ചിന്തിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് അങ്ങോട്ട് ഒപ്പിടും. ഞാൻ ഒന്നിലും ഒപ്പിടത്തില്ല. ഇത് എനിക്കുള്ളതാ. ഈ വൃത്തികെട്ടവൾക്ക് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ഒപ്പിട. ഒപ്പിടാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോ മക്കളെ. ഇതിൽ ഒപ്പിട്ടാലേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇല്ല, ഞാൻ ഒപ്പിടത്തില്ല. ആഹാ, എന്നാ പിന്നെ അറിയണമല്ലോ. സാറിന് വിടാന് സാറിന് വിടാൻ അങ്ങോട്ട് നീ എന്താ വെയിറ്റ് ചെയ്യും? മതി, ഇത്ര മതി. ഇനി എന്താ വേണ്ടേന്ന് ഞങ്ങൾക്കറിയാം. ദേ ഒരാഴ്ച സമയം തരും. അതിനുള്ളിൽ രണ്ടും കൂടെ വല്ല അനാഥാലയത്തിലോ കടത്തിണ്ടല്ലോ എവിടെയാന്ന് വെച്ചാൽ പോയി കടന്നോളണം. മനസ്സിലായോ? അല്ല പിന്നെ വടി. എന്തെങ്കിലും പറ്റിയോ? കണ്ടോ, നമ്മൾ നിൽക്കുമ്പോ തന്നെ അവരുടെ ഒരു അഴിഞ്ഞാട്ടം കെട്ടിപ്പിടിക്കല്. ഞങ്ങൾ പോയിട്ട് പോരെ. ആണം കേട്ടവള്. അവര് നിന്നെ ഉപദ്രവിച്ചോ? സാരമില്ല, ഇനി അവരുടെ ശല്യം ഉണ്ടാവത്തില്ലല്ലോ. നമുക്കിവിടെ നിൽക്കണ്ട, വേറെ എവിടെയെങ്കിലും പോകാം. ശേഖരേട്ട ഒന്നും കൊണ്ടും പേടിക്കണ്ട. അവളുമാർ ഈ വന്ന് കാണിച്ച പരാക്രമങ്ങളൊക്കെ ഞാൻ ജനൽ വഴി ഇതാ ഈ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. ചേട്ടൻ പെട്ടെന്ന് റെഡി ആയിക്കേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. അതൊന്നും വേണ്ട സന്തോഷേ. ശേഖരേട്ട, ഇതൊന്നും അങ്ങനെ വിട്ടാ പറ്റത്തില്ല. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം. ഇതിൽ കാണിക്കുന്ന തെളിവ് മാത്രം മതി. ഇതുവരെ ഒപ്പിട്ടുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടും. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും കൂടി ഇടണം. അച്ഛൻ്റെ അടുത്ത് മക്കൾ കാണിച്ച ക്രൂരത എല്ലാവരും കാണട്ടെ. സന്തോഷേ, അവരിതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ വസ്തുവും ഈ വീടും ഞാൻ ഇവളുടെ പേരിൽ എഴുതി. അത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. ഇനിയും തോറ്റു കൊടുക്കാൻ വയ്യ സന്തോഷേ. ഇനി അവരത് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? വന്നാലെന്താ?
ഒരു കുഴപ്പമില്ല. നമ്മൾ ആരെന്നുള്ള കാര്യം അവരറിഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ടിരി.